ഞാൻ ഒരു 4ലും 5ലും ഒക്കെ പഠിക്കുന്ന ഒരു സമയം കേട്ടോ. അപ്പം അന്നൊന്നും ഈ ബ്യൂട്ടി പാർലർ എന്താണെന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. ഞങ്ങളുടെ വീടിനടുത്തൊന്നും ഇതില്ലാതാണ്. അപ്പം മുടി വെട്ടുക എന്നുള്ളൊരു ഒരു അത് ഞങ്ങൾ ചെയ്യുന്നത് തന്നെ ഇവിടെ അടുത്തൊരു സ്വാഭാവികമായിട്ടൊരു ബാർബർ ഷോപ്പ് ഉണ്ട്. അപ്പം അവിടെ കൊണ്ടു ചെന്നിട്ടാണ് അച്ഛൻ എൻ്റെ മുടി വെട്ടിക്കാറ്. മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് മുടിയുടെ തുമ്പ് മാത്രം ഒന്ന് വെട്ടിക്കും. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു ദിവസം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവള് മുടി വെട്ടിയിട്ട് വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര സ്റ്റൈലിൽ മുടി ഇങ്ങനെ വെട്ടിയിട്ടേക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, കൊള്ളാലോ, ഇത് എവിടുന്ന വെട്ടിയത്? അപ്പോൾ ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വെട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളന്ന് കൊട്ടാരക്കര നല്ല ടൗണിലാണ് താമസിക്കുന്നത്, അവിടെ അന്നേ ഇതൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ബ്യൂട്ടി പാർലർ, അപ്പം ഞാൻ ഇവിടുത്തെ ചോദിച്ചു, ഐസ്ക്രീം പാർലർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്താണ് ഈ ബ്യൂട്ടി പാർലർ? അപ്പം ഇവളിങ്ങനെ പറഞ്ഞിങ്ങനെ നമുക്ക് ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ മുടി വെട്ടി തരും, അമ്മ ഇങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്തു, ത്രെഡൊക്കെ പിരികൊക്കെ ഇങ്ങനെ എടുക്കും. അങ്ങനെ ഞാൻ അന്ന് തന്നെ വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്കും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടി വെട്ടണം എന്നൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മയ്ക്ക് അന്ന് തൊട്ടേ മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എന്താ പറയുന്നത്, കരിമ്പൂച്ച കണ്ടിട്ട് വിട്ട അമ്മ. അപ്പം അമ്മ പറഞ്ഞു, മുടി വെട്ടാനൊന്നും പറ്റത്തില്ല, എന്താ ഇവിടെ വെച്ച് വെട്ടാൻ എന്താ കുഴപ്പം, അങ്ങനെ മുടി വെട്ടില്ല, അങ്ങനെയൊക്കെ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടു. അങ്ങനെ അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തു. ഓക്കെ, ഇവരെന്താണേലും ഞാൻ പറയുന്നത് പോലെ എന്നെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി മുടി വെട്ടിക്കത്തില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ മുടിയെല്ലാം കൂടെ മുമ്പിലോട്ട് അങ്ങോട്ട് എടുത്തിട്ടിട്ട് ഞാൻ കത്രിക വെച്ച് V ഷേപ്പിൽ ഞാനങ്ങ് വെട്ടി കേട്ടോ. വെട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇതെനിക്ക് വീട്ടിൽ നിന്ന് കിട്ടാനുള്ളൊരു വിധത്തിൽ ഞാൻ ഇതാക്കി വെച്ചു എന്നുള്ളൊരു സത്യം എനിക്ക് തിരിച്ചറിവുണ്ടായി കേട്ടോ. ഉണ്ടായപ്പോഴത്തേക്ക് എനിക്ക് അന്നേ കുബുദ്ധികൾ കൂടുതലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനിത് ബണ്ണിട്ട് മുടി മടക്കി വെച്ചു, ആരും തിരിച്ചറിയാത്ത രീതിയിൽ ഞാനങ്ങ് മടക്കി വെച്ചു. പക്ഷെ അന്ന് തൊട്ടേ എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ചേച്ചി. സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ മുടി അഴിച്ചിടാതെ മറച്ചുകൊണ്ട് ചേച്ചി കണ്ടേ ചേച്ചി സ്വാഭാവികമായിട്ടും ചേച്ചിനെ എടുത്ത് വെച്ച്, എന്തൊരു കളത്തരം കാണിക്കുന്നത്, എന്തോ നിന്റെ മുടിക്ക് എന്തോ പറ്റി? ഞാൻ ഒന്നും വേണ്ടില്ല. ചേച്ചി ബണ്ണി പിടിച്ചൊരു ഒറ്റ വലി നോക്കിയപ്പോ എന്തുവാ, എലി ഇതുപോലെ അത്രയും ഭംഗിക്ക് കരളത്തില്ല, അതുപോലെ ഞാൻ കച്ചറ മുറിച്ചിട്ടേക്കുക. ചേച്ചി പറഞ്ഞു, എന്റെ പൊന്നു ഗായത്രി, നീ ഇത് എന്തുവാ ഈ കാണിച്ചു വെച്ചേക്കുന്നത്, ഇത് എന്തുവാ ഇത്, കിടന്നുറങ്ങിയപ്പോ മുടി എന്തോ എലി കരണ്ടോ? അന്നേ ഞാൻ അവക്കിട്ട് കൊടുത്തിരുന്ന പണി എങ്ങനെ എനിക്ക് തിരിച്ചു തരാം എന്നുള്ളതിൽ PhD ചെയ്തുകൊണ്ടിരുന്ന അവള് ഉടൻ തന്നെ ഈ കാര്യം എന്റെ അമ്മയുടെ അടുത്ത് അറിയിക്കുകയും പിന്നെ സംഭവിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇവളിത് നേരെ ചെന്ന് ഇവളിത് അമ്മയുടെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്, എന്റെ ദൈവം തമ്പുരാനെ, എനിക്ക് അന്ന് കിട്ടിയതിന്റെ കൂട്ട് വഴക്ക് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇവളിത് അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ അങ്ങ് കരച്ചിലും തുടങ്ങി. കാരണം മുടി അത്രയ്ക്ക് കൂതർക്കോലമായിരുന്നു കേട്ടോ. അമ്മ പറഞ്ഞു, ഇവളിത് എന്തുവാ ഈ മുടി കാണിച്ചു വെച്ചേക്കുന്നത്, ഇവൾ ആരുടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവക്ക് വെട്ടിക്കൊടുക്കത്തില്ലായിരുന്നു, ഇവൾ എന്തുവാ ഇത് എന്ന് വെച്ചാൽ കയറി ഇറങ്ങി ഈ പരുവായിരുന്നു എന്റെ മുടി. അങ്ങനെ കുറെ ഞാൻ ഇരുന്നങ്ങ് കരഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു, ഇനി നിന്റെ മുടി വളരത്തില്ലടി, ഇങ്ങനെ സ്വന്തമായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ നിന്റെ മുടി വളരത്തില്ലടി എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. എനിക്കങ്ങ് വിഷമമായി. അങ്ങനെ കുറെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പൊ ചേച്ചി അടുത്ത് നിന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പിടിച്ചിരുത്തിയിട്ട് ലെവലിന് പിന്നെ മുറിച്ചു തന്നു. അതോടുകൂടി ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തി.